ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് മനോഹരമായ ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റോറി ഷെയർ ചെയ്യാൻ പോവുകയാണ്. കാരണം ഈ കഥയിൽ ഒരു പവർഫുൾ ടെക്നിക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ചിലതൊക്കെ നടന്നിട്ടുണ്ടാവാം, ചിലതൊന്നും നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം നടക്കാതെ പോയതെന്ന്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. റെഡിയല്ലേ? ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ 2 പേരാണ്. പ്രശസ്ത എഴുത്തുകാരനായ ജോസഫ് മർഫിയും പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ആരാധികയായ മരിയ എന്ന യുവതിയും. വർഷങ്ങൾക്ക് മുൻപ് ജോസഫ് മർഫി സ്പെയിനും പോർച്ചുഗലും കാണാനായിട്ട് ഒരു ഗൈഡഡ് ടൂർ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തോടൊപ്പം മറ്റ് 30ഓളം പേരും വേറെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ഈ മരിയ. ടൂറിൻ്റെ ആദ്യ ദിവസം എല്ലാവരും ഒത്തുകൂടി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ജോസഫ് മർഫി മരിയയെ പരിചയപ്പെട്ടു. മരിയയ്ക്ക് ജോസഫ് മർഫിയെ കണ്ടതും ഒരുപാട് സന്തോഷമായി. മരിയ മർഫിയെ കണ്ടതും ഒരു വലിയ സിനിമാ താരത്തെ കണ്ടതുപോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവർ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു, നിങ്ങളാണോ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയ ആൾ? എന്നിട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ യാത്ര സാധ്യമാക്കിയത് നിങ്ങളുടെ പുസ്തകമാണ്. ജോസഫ് മർഫിക്ക് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ മരിയ തൻ്റെ കഥ പറയാൻ തുടങ്ങി. മരിയയ്ക്ക് ചെറുപ്പം മുതലേ സ്പെയിനിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവരുടെ പൂർവികർ എല്ലാവരും സ്പെയിനിലെ മലാഗ എന്ന് പറയുന്ന സ്ഥലത്തുള്ളവരായിരുന്നു. ഇവർക്ക് ടൂറിൻ്റെ ഭാഗമായിട്ട് ഈ മലാഗയും സന്ദർശിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മരിയയ്ക്ക് അന്ന് അത്രയധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ യാത്രയുടെ എക്സ്പെൻസ് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് മരിയ തൻ്റെ ആഗ്രഹം വെറുതെ മാറ്റിവെച്ചു. അതൊരു അസാധ്യമായ കാര്യമായിട്ട് അവൾക്ക് തോന്നി. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം മരിയ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം വായിക്കാനിടയായി. പുസ്തകത്തിലെ കാര്യങ്ങൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തൻ്റെ ഈ സ്പെയിൻ യാത്ര സാധ്യമാക്കാൻ ഈ പുസ്തകത്തിലെ ടെക്നിക്സ് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് മരിയ തീരുമാനിച്ചു. അങ്ങനെ അവൾ സ്പെയിനെ കുറിച്ചുള്ള ബ്രോഷറുകളും മാസികകളിലെ ലേഖനങ്ങളുമെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾക്കൊരു പ്രത്യേക ഹോട്ടലിൻ്റെ ചിത്രം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഹോട്ടലിൻ്റെ പേരാണ് ഹോട്ടൽ മലാഗ പലാഗിയോ. അത് വളരെ മനോഹരമായൊരു ഹോട്ടലായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. മരിയ എന്താണ് ചെയ്തതെന്നറിയാമോ? എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അവൾ ആ ഹോട്ടലിൻ്റെ ചിത്രം എടുത്തു നോക്കും. അതിനുശേഷം അവൾ ഒരു റിലാക്സ്ഡ് ആയ സ്ലീപ്പി സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ അവൾ മനഃപൂർവ്വം ആ ചിത്രത്തെ മറക്കും. എന്നിട്ട് അവൾ ശരിക്കും ആ ഹോട്ടലിലാണെന്ന് ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. അതായത് അവൾ വെറും ഫോട്ടോ കാണുകയായിരുന്നില്ല, മറിച്ച് ആ ഹോട്ടലിൻ്റെ റൂമിൽ ശരിക്കും പോയി നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ചു. അവരുടെ റൂമിൻ്റെ ജനലിലൂടെ പുറത്തുള്ള മനോഹരമായ കാഴ്ചകൾ കാണുന്നതായിട്ട് സങ്കല്പിച്ചു. ഹോട്ടലിലെ ടെറസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ മണം അവർ സ്മെല്ല് ചെയ്തു. അവർക്ക് ആ യാത്രയുടെ ഓരോ നിമിഷവും അവരുടെ ഇമാജിനേഷനിലൂടെ വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചു. ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് അവരത് ചെയ്യുമായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം ഇത് തുടർന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നറിയോ? ഒരു ദിവസം അവൾ ജോലി സ്ഥലത്തേക്ക് സ്പെയിനിലെ ടൂറിൻ്റെ ഒരു ഫോൾഡർ കൊണ്ടുപോയി. അവൾ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അത് കാണാനിടയായി. അയാൾക്ക് സ്പെയിൻ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾക്ക് അയാളെ നേരിട്ട് പരിചയമില്ലായിരുന്നു. എന്തായാലും അവർ പിന്നീട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവുകയും സംസാരിക്കുകയും ചെയ്തു. അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ സമാനമായ താല്പര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. സൗഹൃദം പതിയെ പ്രണയമായി. അവർ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു. മരിയയുടെ ആൻറ്റി അവർക്കൊരു വെഡ്ഡിംഗ് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. എന്താണെന്നറിയാമോ? അവരുടെ ഹണിമൂൺ ട്രിപ്പിനുള്ള എല്ലാ എക്സ്പെൻസും ആൻറ്റി ഏറ്റെടുത്തു. എന്നിട്ട് ആൻറ്റി തന്നെ ഒരു ടൂർ സജസ്റ്റ് ചെയ്തു. എവിടേക്കാണെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, നിങ്ങൾ വിചാരിച്ചത് ശരിയാണ്, സ്പെയിനിലേക്ക്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മരിയയ്ക്ക് വെറുതെ ഒരു ഫ്രീ ട്രിപ്പ് മാത്രമാണോ കിട്ടിയത്? അല്ല, അവർക്ക് അതിലൂടെ ഒരു ലവ് സ്റ്റോറി കൂടി കിട്ടി അല്ലേ? ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്താണോ കൊടുക്കുന്നത് അത് പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ്. ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം മരിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നോ? അതായത് അവളുടെ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അവളുടെ ആഗ്രഹത്തിൽ നിന്ന് ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇക്കാര്യം ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാവേ. ഈ 2 വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തിങ്കിങ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പുറത്ത് നിന്ന് ചിന്തിക്കുക എന്നതാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടേതല്ല, അത് വേറെ എവിടെയോ ആണ് എന്ന് ചിന്തിക്കുന്നത്. ഉദാഹരണത്തിന്, മരിയ ഹോട്ടലിന്റെ ഫോട്ടോ എടുത്ത് വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ അത് വെറും ഒരു ഫോട്ടോ മാത്രമായിട്ട് ഇരിക്കും അല്ലേ? മറിച്ച് തിങ്കിങ് ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചതുപോലെ ചിന്തിക്കുന്നത്. അതായത് ഒരാഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അത് നിറവേറ്റിയതായിട്ട് സങ്കല്പിച്ച് ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്പെയിനിലെ ഹോട്ടലിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അവൾ ആ ഹോട്ടലിൽ ഇല്ല എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുക. എന്നാൽ സ്പെയിനിലെ ഹോട്ടലിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അവൾ അവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചു. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നടക്കുന്നു, അവിടെയുള്ള ജനാലിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുന്നു, ടെറസിലെ ഭക്ഷണത്തിൻ്റെ മണം അറിയുന്നു. ചുരുക്കി പറഞ്ഞാൽ അവൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ലോകത്തെ നോക്കിക്കാണുകയും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സുകൊണ്ട് അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെയും നിങ്ങൾ മാറ്റിവെക്കരുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ ആഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക. കാഴ്ച, സ്പർശം, ഗന്ധം, രുചി, കേൾവി എന്നിവയെല്ലാം സങ്കല്പിക്കുക. എന്നിട്ട് ആ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ എത്തി എന്ന് വിശ്വസിച്ച് ഉറങ്ങാൻ കിടക്കുക. ഈ കഥയിലെ മരിയയെ പോലെ നിങ്ങൾ ക്ഷമയോടെ ഇത് ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവും. കാരണം നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്